ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലക്കറിയാണ്. വറ്റത്തലയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: 2 സവോള, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, 8-10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. അതിനോടൊപ്പം ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് ഒരുമാതിരി വെന്ത് അവസ്ഥയിൽ ആ പച്ചമണം മാറി വരുന്ന അവസ്ഥയിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സവോളയോടൊപ്പം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവോള വഴണ്ട് വരുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഉപ്പും ചേർക്കുന്നു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിനോട് ചേർത്ത് നമ്മൾ തക്കാളി ചേർത്ത് ഇളക്കി അതും അല്പം വെന്ത് വന്നതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമുക്ക് മുളക് പൊടി 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് നല്ല രീതിയിൽ എരിവ് ആവശ്യമായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. എരിവ് അത്രയും ആവശ്യമില്ലാത്തവർ 2 സ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാവുന്നതാണ്. തലക്കറിക്ക് എരിവ് തന്നെയാണ് മുമ്പോട്ട് നിൽക്കേണ്ടത്. അതിനാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് നല്ല രീതിയിൽ ആവശ്യമുള്ളവർ മാത്രം ഇങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൊണ്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ കുറച്ച് വേറൊരു ടേസ്റ്റ്, അതായത് നല്ല ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതിന് കുരുമുളക് പൊടി ഉപകരിക്കും. ഇപ്പോൾ മസാല വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നമ്മളത് തിളയ്ക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ 2 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്, കുടംപുളി. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. കുറച്ചും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. തല കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് നഖക്കെ കിടക്കാനായിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. വെന്ത് ഇത് കുറച്ച് പറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒത്തിരി ചാറ് വേണ്ട. ചാറ് കുറഞ്ഞ രീതിയിൽ ഇരുന്നാൽ മാത്രം മതി. ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം പറ്റിയിട്ടുമുണ്ട്. നമ്മളിതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ നിർത്തി ഇത് ഒരു 5-6 മണിക്കൂർ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റിലുള്ള തലക്കറി റെഡിയാകും.